ഹായ് നമസ്കാരം. എല്ലാവർക്കും STA ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 300ഓളം ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. കേരളത്തിലും ഒഴിവുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വഴി മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ജനുവരി 6-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലേക്കുള്ള സാലറി 22,405 രൂപ മുതൽ 62,265 രൂപ വരെ സാലറി ലഭിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30/9/2023 കണക്കാക്കിയാണ് ഏജ് നോക്കുന്നത്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പറയുന്നത്. പട്ടിക വിഭാഗത്തിന് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഭിന്നശേഷിക്കാർക്ക് 10 വയസ്സിൻ്റെയും ഒക്കെ ഏജ് ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ എക്സ് മിലിറ്ററി അതുപോലെ UIC ജീവനക്കാർക്കും ഏജ് ഇളവ് ലഭിക്കും. യോഗ്യത, പ്രായം എന്നിവ 30/9/2023 കണക്കാക്കിയിട്ടാണ് നോക്കുന്നത്. ഇതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത് ഓൺലൈൻ പരീക്ഷയും അതുപോലെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റും അടിസ്ഥാനമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്കൊരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീസ് 1000 രൂപയാണ്. പട്ടിക വിഭാഗം, അംഗപരിമിതർ അതുപോലെ തന്നെ UIC ജീവനക്കാർക്ക് 250 രൂപ മതി. ഓൺലൈനായിട്ട് ഫീ അടയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്ക് മൊബൈൽ വഴി അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ പിന്നീട് ഇവിടെ ഒരു ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ബേസിക് ഇൻഫോം, അതായത് നിങ്ങളുടെ നെയിം, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, മറ്റു ഡീറ്റെയിൽസ്, മെയിൽ ID ഇതൊക്കെയാണ് ഇവിടെ നൽകാനുള്ളത്. ഇതെല്ലാം നൽകി കഴിഞ്ഞ് ഈ ഒരു ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. അവിടെ നിങ്ങളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷം അത് ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ മൊബൈലിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് MB-KB കൺവേർട്ട് ചെയ്താൽ മതി. MB-KB കൺവേർട്ട് ചെയ്യാൻ നിരവധി ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതറിയാത്തവരെ യൂട്യൂബിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് പിന്നീട് നിങ്ങളുടെ ഡീറ്റെയിൽസാണ്, നിങ്ങളുടെ അഡ്രസ്സ്, മറ്റ് ഡീറ്റെയിൽസൊക്കെ നൽകാനുള്ള പേജാണ് തേർഡ് സ്റ്റെപ്പ് വരിക. പിന്നീട് നിങ്ങളുടെ പ്രിവ്യൂ, നിങ്ങളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഡീറ്റെയിൽസിനുള്ള ഭാഗത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും മറ്റുമൊക്കെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. 5ാമത്തെ സ്റ്റെപ്പ് അപ്ലോഡ് ചെയ്യാനാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു PDF കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് 6ാമത്തെ പേജ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജാണ്. അപ്പോൾ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് UPI ID വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപേക്ഷിക്കാൻ എന്തെങ്കിലും സംശയമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്തരത്തിലുള്ള ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു ഉപകാരമാകുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്